ഇതിനോടകം തന്നെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷന് തുല്യമായിട്ടുള്ള ഓപ്പറേഷൻ, അല്ലെങ്കിൽ സൈനികർ നടത്തുന്ന ഓപ്പറേഷൻ പോലെയുള്ള സൈനികരുടെ ട്രെയിനിങ്, വിദഗ്ധ പരിശീലനം ലഭിച്ചവർ നടത്തിയ ഓപ്പറേഷൻ പോലെ തന്നെയാണ് അവർ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭീകരവാദികൾക്ക് സൈന്യത്തിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒന്ന്. രണ്ടാമത്, അവർ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ സൈനിക ശേഷിയുള്ള സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ്. അത് അവരുടെ കയ്യിലെത്തി എങ്ങനെയെന്ന് പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാവും. മാത്രമല്ല, പാകിസ്ഥാൻ്റെ പരിപൂർണ പിന്തുണ അതിനകത്തുണ്ട്. മൂന്നാമത്, നമ്മുടെ ഡിജിറ്റൽ മാപ്പിംഗ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീവ്രവാദികൾ പാകിസ്ഥാൻ മിലിറ്ററിയുമായി ബന്ധപ്പെടുന്ന സാറ്റലൈറ്റ് ഫോണുകളായാലും അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ആയാലും മെസ്സേജുകളായാലും ഇതൊക്കെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തി ഇന്ത്യ അതിനകത്ത് സക്സസ്ഫുൾ ആയി അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്ത്യൻ സൈനിക വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല, തീവ്രവാദികളെ ഫോളോ ചെയ്യുന്ന തരത്തിലായാലും ഇന്ത്യൻ ഇൻ്റലിജൻസ് സംവിധാനം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല, തുടർച്ചയായി പാകിസ്ഥാനിൽ നിന്ന് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ, ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എത്രത്തോളം അവരുടെ ജഗ്ലാർ വെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ, ഇതൊക്കെ വളരെ തെളിവുകളാണ്. അന്തർദേശീയ രംഗത്ത് കൺവിൻസിംഗ് ആയിട്ടുള്ള ധാരാളം തെളിവുകൾ നൽകാൻ ഇന്ത്യക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മുതിരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്താൽ സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ വലിയ ആഴമുള്ള മറുപടിയാണ്. സിന്ധു നദിയിലെ കരാറിൽ നിന്ന് പിന്മാറുക എന്നൊരൊറ്റ തീരുമാനം തന്നെ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിക്കുന്ന തീരുമാനമാണ്. ഈ നടുവൊടിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് പെട്ടെന്നൊന്നും കരകയറാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവിടെയുള്ള സാമ്പത്തിക വ്യവസ്ഥ ആൾറെഡി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അവിടേക്ക് ഇനി കൂടുതൽ വഷളാക്കുന്ന ഒരു നടപടി ഉണ്ടായാൽ അത് പാകിസ്ഥാൻ്റെ നടുവൊടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞത്, ഇത് സിന്ധു നദിയിലെ കരാറിൽ ജലം തടസ്സപ്പെടുത്തിയാൽ ആക്ട് ഓഫ് വാറായി ഞങ്ങൾ കണക്കാക്കും എന്ന് പറയാൻ കാരണം അതാണ്. കാരണം അത് യുദ്ധ നടപടിയായി കണക്കാക്കും എന്ന് പറയാൻ കാരണം അത്രത്തോളം അത് പാകിസ്ഥാനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് മിലിറ്ററി പരമായിട്ടല്ല എന്നേ ഉള്ളൂ. അടുത്തത് കാത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അതിൻ്റെ സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞു. ഇന്ത്യ കരസേന ഇന്നിപ്പോൾ പ്രതീകാത്മകമായി കരസേനയുടെ വെബ്സൈറ്റിൽ അവരൊരു ചില ചിത്രങ്ങളുമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫിയർലെസ്സായി, ഞങ്ങൾ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ സജ്ജരായിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങൾ സജ്ജരായിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒരു വാക്ക്, അത് മാത്രം മതി എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ സൈന്യം അവരെ വെറുതെ ഇരിക്കുകയല്ലെന്നും തുടർച്ചയായി പരിശീലനം നടത്തുന്നതിൻ്റെയും അവരുടെ ശേഷിയുടെയൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രതീകാത്മകമായി വെബ്സൈറ്റിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സൈനികപരമായി ഇന്ത്യയുടെ ആർമിയും നേവിയും എയർഫോഴ്സും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് കിട്ടേണ്ടുന്ന വിമാനങ്ങളൊക്കെ ചില കരാറുകളിലൂടെയൊക്കെ കിട്ടേണ്ടുന്ന വിമാനങ്ങൾ ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമോ, ഒരു ലിമിറ്റഡ് വാറായിരിക്കുമോ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാകിസ്ഥാൻ അത് വളരെ ഭംഗിയായിട്ട് അറിയാം. ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, അവിടെയുള്ള വലിയ ഭീകരവാദികളും ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന അവിടുത്തെ സൈനിക മേധാവികളും ഒക്കെ അഴിമതിയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ വസ്തുവകകളും വീടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങൾ അവിടെ പാകിസ്ഥാനിൽ ആഭ്യന്തരമായി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇപ്പോൾ അവിടെയുള്ള സൈനിക നേതാവിൻ്റെ കുടുംബം, ആ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അവർ UK മറ്റോ അവിടെയുള്ള വീടുകളിലേക്ക് പോയതായിട്ടുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവിടെയുള്ള പാകിസ്ഥാനിലെ സൈനിക മേധാവിയും അവിടെ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇന്ത്യയിൽ നടപടികൾ ഉണ്ടായാൽ അതിൻ്റെ പരിണതഫലം എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പേടിച്ച് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലിമിറ്റഡ് വാർ ആയിരിക്കുമോ, സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമോ, എന്തായിരുന്നു കാത്തിരുന്ന് കാണുക തന്നെ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ല എങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആകെ തകർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അവരുടെ ജനതയെ പിടിച്ചു നിർത്തുക, ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആഭ്യന്തരമായൊരു സംഘർഷത്തിലേക്ക് പാകിസ്ഥാൻ പോകുവാനുള്ള സാഹചര്യമുണ്ട്. സിന്ധു നദീജലം ലഭ്യമാകാതിരുന്നാൽ, നമ്മുടെ ആ കരാറിൽ നിന്ന് പറഞ്ഞിട്ടുള്ള
3 പ്രധാനപ്പെട്ട നദികളിലെ ജലം കൂടി തടസ്സപ്പെട്ടാൽ 6 നദികളുണ്ട്, ബാക്കിയുള്ള നദികളുടെ 3 നദികളുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കുണ്ട്. ബാക്കി വരുന്ന 3 നദികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ്. അവിടെയും കൂടിയുള്ള ജലം കൂടി നഷ്ടപ്പെട്ടാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അവിടെയുള്ള ജനജീവിതം ദുസ്സഹമാവുകയും ഇത്തരത്തിൽ ഒരു ഹീനകൃത്യം ചെയ്ത പാകിസ്ഥാനെതിരെ അവിടെയുള്ള ജനങ്ങൾ തന്നെ തിരിയും. പ്രത്യേകിച്ച് ബലൂച്ച് ആർമിയൊക്കെ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആ പേടിയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ അതിനുവേണ്ടി തന്നെയെങ്കിലും ആത്മാഭിമാനത്തിന് വേണ്ടിയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും സൈനികപരമായുള്ള ശക്തി പരിശോധിച്ചാൽ ഇന്ത്യയുടെ 7 അയലത്ത് നിൽക്കുവാനുള്ള ഒരു ശക്തി പാകിസ്ഥാൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അമ്പയെ പേടിച്ചു വിറച്ചിരിക്കുന്ന പാകിസ്ഥാനെതിരെ ഏത് തരത്തിലുള്ള ആക്രമണം വേണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഇന്ത്യക്ക്. ഇന്ത്യയുടെ നേതൃത്വമാകട്ടെ അത് സംബന്ധിച്ച കൂടിയാലോചനകളിലാണ്. തങ്ങൾ തിരിച്ചടിക്കില്ല എന്ന് ഒരിടത്തും ഇന്ത്യ പറഞ്ഞിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം വെച്ച് ഉറപ്പിക്കുന്ന ഒരു സ്വഭാവമില്ല. കിട്ടിയാൽ തിരിച്ചടി കൊടുക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. മറ്റേത് അവരിങ്ങോട്ട് കയറി അടിച്ചാൽ പിന്നെ നമുക്കൊരു സമവായ ചർച്ച എന്നുള്ളതായിരുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെ മാറി ആദ്യം ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പിന്നീട് നമുക്ക് ചർച്ചയാകാം എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യ മാറിയത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത് നമ്മൾ അഭിനന്ദൻ വർദ്ധമാൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. അഭിനന്ദൻ വർദ്ധമാനെ വിട്ടുകൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ അവിടെ ചെന്ന് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തെ വിട്ടുകൊടുത്തില്ല എങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, ഇന്ത്യ യുദ്ധസന്നദ്ധമായിരിക്കുകയാണ് എന്നുള്ള വാർത്ത അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ അവരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് പാർലമെന്റിന്റെ കൂടെ തീരുമാനത്തോടുകൂടി അഭിനന്ദൻ വർദ്ധമാനെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതന്നത്. അവർ പറഞ്ഞത് എന്താ, ഞങ്ങൾ ചായ കൊടുത്ത് വിട്ടു, അതുകൊണ്ട് ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ശരിയാണ്, അന്ന് ചായ കൊടുത്ത് വിടേണ്ടി വന്നു. ഇനി എന്തായിരിക്കും, ഇനി നമ്മൾ ആ ചായ സൽക്കാരത്തിനായിരിക്കില്ല നിൽക്കുന്നത് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ നടപടികൾ, ഇന്ത്യയുടെ വാട്ടർ ബോംബ് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഫേസ് ചെയ്യേണ്ടുന്ന സ്ഥിതിയിലാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം ഉണ്ടാകും, ആഴത്തിലായിരിക്കും എന്നതൊക്കെ കാത്തിരുന്ന് കാണുക. അതിനെ സംബന്ധിച്ചൊരു അന്തിമ വാക്ക് പറയാൻ കഴിയില്ല എങ്കിലും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ട്രംപ് ഇടപെടുമോ എന്നുള്ളതാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം. ട്രംപ് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കും തങ്ങൾ ഇടപെടുകയില്ല എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക സൗഹൃദം മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ലോകത്തിൽ ചൈനയുടെ പിന്തുണ എപ്പോഴും ഉറപ്പുവരുത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ശീതസമരാനന്തര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശീതകാലഘട്ടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള പല ഭീകരവാദികൾക്ക് സഹായം എത്തിക്കുന്നതിലൊക്കെ അന്ന് അമേരിക്ക പാകിസ്ഥാന് നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പ് അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ ഒക്കെ അവിടെ വന്ന സമയത്ത് വലിയ വിവാദം ഉണ്ടായിരുന്നു. പാകിസ്ഥാന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പലപ്പോഴും അവർ തീവ്രവാദ ശക്തികളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വരികയും അതൊരർത്ഥത്തിൽ പാകിസ്ഥാൻ തന്നെ പാർലമെന്റിൽ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് എന്നുള്ളതാണ്. അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ ഈ പല കാര്യങ്ങളിലും അമേരിക്കയും ചൈനയും തമ്മിൽ നിൽക്കുന്ന പുതിയ ശീതസമര കാലഘട്ടത്തിൽ അവിടെ പലപ്പോഴും ചൈനയാണ് പാകിസ്ഥാന് പിന്നിൽ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കരുതൽ എന്നോണം ഒരല്പം ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ല എന്നുള്ള കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറിയാം. മാത്രമല്ല ലോകത്തെ ഒരു ടെററിസം, ഭീകരവാദം ഉണ്ടാക്കുന്ന ഫാക്ടറിയായിട്ടാണ് പാകിസ്ഥാനെ പലരും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യവുമായുള്ള സൗഹൃദം ഒരിക്കലും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് ട്രംപിനുണ്ട്. മാത്രമല്ല ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും പ്രധാനമാണെന്നും ട്രംപിന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യയുടെ വലിയ മാർക്കറ്റ്, ഇന്ത്യ വളർന്നു വലിയ രാജ്യം, ഇന്ത്യയിലെ എത്രയോ വലിയ ശക്തിയുള്ള ഇന്ത്യൻ ജനത അമേരിക്കയിലുണ്ട്, നമ്മുടെ കുടിയേറ്റക്കാർ അവിടെ ഉണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാനെ പിണക്കിയാലും ഇന്ത്യയുടെ സൗഹൃദം അവർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ നടത്തിയ ഭീകരവാദ ആക്രമണത്തെ ഒരർത്ഥത്തിലും അമേരിക്ക പിന്തുണയ്ക്കുകയില്ല. അമേരിക്ക തന്നെ ഭീകരവാദത്തിൻ്റെ ഇരയാണ്. ഇത് വളരെ കൃത്യമായി ഇന്ത്യ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും പാകിസ്ഥാൻ്റെ സഹായം കൊടുക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് സാധ്യമായൊരു കാര്യമല്ല. ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. മാത്രമല്ല അമേരിക്കയ്ക്കും അറിയാം ഇവാൻസ് എവിടെയുണ്ട്, തങ്ങളെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് തന്നെയാണ് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധികൾ മനസ്സിലാക്കാനുള്ള കഴിവ് അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ട്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ തങ്ങൾ, അതായത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്ന പാകിസ്ഥാന് ഇപ്പോൾ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയില്ല എന്ന് ട്രംപ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്ന പാകിസ്ഥാനെ തങ്ങൾ പിന്തുണയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങളത് പിന്തുണയ്ക്കില്ല എന്ന് പറയുമ്പോൾ അത് മറു രാജ്യത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യക്ക് അനുകൂലമായി തീരുമാനം വരുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ ഈ തീരുമാനം ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇസ്രയേലും ബ്രിട്ടനും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ പിന്തുണയുമായി ഇന്ത്യക്ക് വരുമ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നൊരു പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തിരിച്ചടി വിദൂരമല്ല. ട്രംപിൻ്റെ നിലപാട് എന്തായാലും ഇതിൽ ഇടപാടില്ല എന്ന് ട്രംപിനെ നമുക്ക് ഒരു കാര്യത്തിൽ വിശ്വസിക്കാം. ട്രംപ് പറഞ്ഞത് അതുപോലെ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അന്തർദേശീയ രംഗത്തെ ചില തീരുമാനങ്ങളെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികാരത്തിൽ വന്ന നികുതി കൂട്ടും അദ്ദേഹം കൂട്ടി. ട്രംപ് ആദ്യം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിർത്തിയിൽ മൈഗ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ മതിൽ കെട്ടുമെന്ന് പറയും. അപ്പോൾ അത് കിറുക്കൻ സ്വപ്നം, ഭ്രാന്തമായ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിൽ അദ്ദേഹം അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് പലരും അത്ഭുതപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കിറുക്കനായ ഒരു ഭരണാധികാരിയല്ല, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അമേരിക്കൻ ജനതയ്ക്ക് യോജിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള ഈ ഉറപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആകുലതകളും ആശങ്കകളും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഇത് വിട്ടു നിൽക്കില്ല എന്നുള്ളത് ഒരു വലിയ സൂചനയാണ്. ഇന്ത്യക്ക് ഒരു വലിയ പിന്തുണയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ലോകം ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരതയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്കല്ല എന്ന് ലോക ജനത തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണത്. എന്നും ലോക സമാധാനത്തെയും സുരക്ഷയെയും ആകാംക്ഷിച്ചിരുന്ന ഇന്ത്യ ലോകത്ത് സമാധാനത്തിന് വേണ്ടി ആദ്യമായൊരു പീസ് ഉടമ്പടികൾക്കും വേണ്ടി പീസ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ശ്രമിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ രാജ്യമാണിത്, ഗാന്ധിയുടെ രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ലോക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉത്തരവാദിത്വ ബോധമുള്ള ആണവ നയം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെ പാകിസ്ഥാനിൽ പിന്തുണയ്ക്കുന്നതിനേക്കാൾ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ലോക തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അവർ അന്തർദേശീയ രംഗത്ത് കൂടുതൽ ഒറ്റപ്പെടാനാണ് സാധ്യത ഇത്തരുണത്തിൽ എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്.